ദൈവ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൽ അനുഗ്രഹീതരായ ദൈവത്തിൻ്റെ മക്കളെ, കർത്തൃദാസന്മാരെ, അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസം ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ വചനം കേൾപ്പാൻ ഒരവസരം കൂടി ഭൂമിയുടെ മുകളിൽ ദൈവം നമുക്ക് തരികയാണല്ലോ. ഈ നല്ല ദിവസത്തിനായി ഞാനും കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഓരോ ദിവസത്തെ പ്രഭാതത്തിലും പ്രാർത്ഥനയിലും ഹൃദയവിചാരത്തിലും ഇന്നലേക്കാൾ നല്ല ദിവസമായി ദൈവം ഇന്നത്തെ ദിവസത്തെ ആക്കി തീർക്കണേ. നമ്മുടെ വാഗ്ദത്തങ്ങൾ നിറവേറുവാനും അധികം ദൈവത്തോട് അടുക്കുവാനും കർത്താവിനെ പ്രസാദിപ്പിക്കുവാനൊക്കെ സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിക്കുവാനും എല്ലാം ഓരോ ദിവസങ്ങളും ഉതകട്ടെ. ഇന്നേ ദിവസവും നമുക്കെല്ലാവർക്കും അങ്ങനെ തന്നെ ആകട്ടെ. യാതൊരു വിധത്തിലും ആത്മീകത്തിലോ ഭൗതികത്തിലോ ആരോഗ്യത്തിലോ ഒന്നും ഒരു നഷ്ടം നേരിടാതെ കർത്താവ് നമ്മെ കൺമണി പോലെ സൂക്ഷിക്കട്ടെ എന്നുള്ള അകമഴിഞ്ഞ പ്രാർത്ഥനയോടെ വചനകേൾവിക്ക് താല്പര്യം കാണിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് കർത്താവും രക്ഷിതാവും വീണ്ടെടുപ്പുകാരനും നമുക്ക് വചനം തരുന്നവനും നമ്മളെ വീഴാതെ വണ്ണം കാക്കുന്നവനും മഹിമാസന്നിധി വരെ കൈപിടിച്ചെത്തിക്കാമെന്ന് വാക്ക് പറഞ്ഞവനുമായ നമ്മുടെ ആത്മരക്ഷകനാം മഹാദൈവത്തിന് സ്തോത്രവും സ്തുതിയും മഹത്വവും പുകഴ്ചയും ആരാധനയും എല്ലാം എൻ്റെ ഹൃദയത്തിൽ നിന്ന് അർപ്പിച്ചുകൊണ്ട് ഇന്ന് നാം ഒരുമിച്ച് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്ന ആത്മീക ചിന്തയ്ക്ക് ആധാരമായ വേദവാക്യം വെളിപ്പാട് പുസ്തകത്തിൽ നിന്നാണ്. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം 13-14 വാക്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം 13-14 വാക്യങ്ങൾ. മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്, വെള്ള നിലയങ്കി ധരിച്ചിരിക്കുന്ന ഇവർ ആര്, എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു. യജമാനൻ അറിയുന്നുവല്ലോ എന്ന് ഞാൻ പറഞ്ഞതിന് അവൻ എന്നോട് പറഞ്ഞത്, ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ. ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ. മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ. വെളിപ്പാട് പുസ്തകത്തിൻ്റെ 7-ാം അധ്യായത്തിലേക്കൊക്കെ എത്തുമ്പോൾ മഹോപദ്രവകാലത്തിൻ്റെ മധ്യത്തിൽ കർത്താവിനെ വിശ്വസിക്കാൻ അവസരം കിട്ടി. അങ്ങനെ നിത്യതയിലേക്ക് കുഞ്ഞാടൻ്റെ രക്തത്താൽ അങ്കി കഴുകി വെളുപ്പിച്ചവരായി അങ്ങനൊരു കൂട്ടർ സ്വർഗത്തിൽ ഏതൊക്കെ കാലഘട്ടത്തിൽ വീണ്ടെടുക്കപ്പെട്ടവരും നിത്യതയ്ക്ക് അവകാശികളുമായവർ ഉണ്ടാകുമെന്നുള്ള കാര്യം ഒരു പഠന വിഷയമാണ്. പഴയ നിയമ വിശുദ്ധന്മാർ, കർത്താവിൻ്റെ മണവാട്ടി സഭ, രക്തസാക്ഷികളായി മഹോപദ്രവകാലത്ത് അങ്ങനെ മരണം വരിക്കപ്പെട്ടവർ, അങ്ങനെ വ്യത്യസ്തരായിരിക്കുന്ന പല കൂട്ടരാണ് നിത്യതയ്ക്ക് അവകാശികളാകുന്നത്. അതിനെക്കുറിച്ച് ഗഹനമായ പഠനം നമുക്ക് ആവശ്യമാണ്. അതൊക്കെ സന്ദർഭോചിതമായി നിങ്ങൾ അന്വേഷിക്കുകയും ആരായുകയും പഠിക്കുകയും ചെയ്യുക. അതിലിവിടെ ഒരു കൂട്ടർ മഹാകഷ്ടത്തിൽ നിന്നവ എതിർക്രിസ്തുവിൻ്റെ ഭരണകാലത്ത് കർത്താവിങ്കിലേക്ക് വന്നവരായിരിക്കുന്ന നിത്യതയ്ക്ക് അവകാശികളായി തീർന്നിരിക്കുന്ന ആളുകൾ. അവരെങ്ങനെ വന്നു, അതൊക്കെ ഞാൻ ആദ്യം ഓർപ്പിച്ച പോലെ വെളിപ്പാട് പുസ്തകത്തിൻ്റെ പഠനം ആവശ്യമുള്ളതാണ്. അവിടേക്കൊന്നും പോകാൻ ആഗ്രഹിക്കാതെ ഞാൻ ഈ മഹോപദ്രവകാലം എന്നുള്ള കാലഘട്ടത്തെ പോലും മറന്നുകൊണ്ട് ഇന്നത്തെ ആത്മീക ചിന്തയ്ക്ക് വേണ്ടി ഞാൻ ആ പദത്തെ ഒരാത്മീക ലളിത ആശയമാക്കി നിങ്ങളുടെ ഹൃദയത്തിൽ തരാൻ ആഗ്രഹിക്കുകയാണ്. നോക്കൂ, ഇവിടെ ഒരു കൂട്ടം ആളുകൾ, കുറച്ചുകൂടെ പുറകിലേക്ക് വാക്യങ്ങൾ നോക്കിയാൽ കാണാൻ കഴിയും, അവരാകപ്പാടെ ഒരു കറുത്ത വസ്ത്രം ധരിച്ച് കറുത്ത തുണി കൊണ്ട് വാ മൂടിക്കെട്ടി തലകുനിച്ച് നിൽക്കുന്നവരായിട്ടല്ല. വെള്ള നിലയങ്കിയ വിജയത്തിൻ്റെ ലക്ഷണമാണ് വെള്ളവസ്ത്രം. അങ്ങനെ വെള്ള നിലയങ്കി ധരിച്ചുകൊണ്ട് ജയിച്ചവരെ പോലെ നിൽക്കുകയാണ്. പുറകോട്ടിറങ്ങി വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നവരുടെ കയ്യിൽ കുരുത്തോലകൾ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. കുരുത്തോല, അതിനൊക്കെ അർത്ഥമുണ്ട് കേട്ടോ. കുരുത്തോല പിടിച്ചുകൊണ്ട് വെള്ള നിലയങ്കി ധരിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു എന്നല്ല, മുഖം വാടി നിൽക്കുന്നു എന്നല്ല, സ്തുതിച്ചും മഹത്വപ്പെടുത്തിയും സന്തോഷിച്ച് നിൽക്കുകയാണ്. ഇവരെക്കുറിച്ച് ചോദിക്കുന്നു, ഇത്രയും ബൃഹത്തായ ഒരു സമൂഹം, എണ്ണിക്കൂടാത്ത പുരുഷാരമെന്നാണ് പുറകിൽ എഴുതിയിരിക്കുന്നത്. ഇവരെല്ലാം കണ്ടപ്പോൾ യോഹന്നാനെ പത്മോസിലൂടെ കൊണ്ടു നടന്ന് കാര്യങ്ങൾ ഗ്രഹിപ്പിക്കുന്ന ആ കൂട്ടരിൽ മൂപ്പന്മാരിൽ ഒരുവൻ യോഹന്നാനോട് ചോദിച്ചു, ഈ നിൽക്കുന്നതൊക്കെ ആരാന്ന് മനസ്സിലായോ? അവരെവിടെ നിന്നാണ് വന്നതെന്ന് മനസ്സിലായോ? യോഹന്നാന് പിടികിട്ടിയില്ല. യോഹന്നാൻ പറഞ്ഞു, യജമാനനെ അങ്ങ് അറിയുന്നല്ലോ. അപ്പോൾ ആ മൂപ്പന്മാരിൽ ഒരുവൻ യോഹന്നാന് പറഞ്ഞു കൊടുക്കുകയാണ്, ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവരാണ്. മഹാകഷ്ടത്തിൽ നിന്ന് വന്നവരാണ്. കഷ്ടം എന്ന വിഷയം അഥവാ കഷ്ടത എന്ന വിഷയം വേദപുസ്തകത്തിലെ ഒരു പ്രമാദമായിരിക്കുന്ന വിഷയമാണ്. മനുഷ്യർക്ക് എങ്ങനെ കഷ്ടതയുണ്ടായി? കഷ്ടതയുടെ ഉദ്ദേശം എന്താണ്? കഷ്ടത എത്ര തരമുണ്ട്? കഷ്ടതയ്ക്കപ്പുറം എന്താണ്? ഇതൊക്കെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ കേട്ടാൽ പോരാ, പഠിക്കണം കേട്ടോ.
അതിലേറ്റവും തീവ്രമായൊരു കഷ്ടത്തിലൂടെ കടന്നുപോയ ആളുകൾ. കടന്നുപോയി എന്ന് പറയുന്നതിനകത്ത് ഇന്നത്തെ ദൂതിനകത്ത് ആശയപ്പശുണ്ടാകും. ഞാൻ നിങ്ങളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഈ വാക്യത്തിനകത്ത് കഷ്ടത്തിൽ നിന്നും വന്നവർ എന്നാണ്. വന്നവർ, ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ, കഷ്ടത്തിലൂടെ പോയവർ ഒത്തിരി പേർ ഈ ലോകത്തിലുണ്ട്. ഞാൻ ഒറ്റ വാക്കിനെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരിക. കഷ്ടത്തിലൂടെ പോയവർ, അവരങ്ങ് പോയി, കഷ്ടത്തിലൂടെ പോയി. എങ്ങോട്ട് പോയി, എന്ത് സംഭവിച്ചു എന്നതിനെക്കുറിച്ചൊന്നും ഹിസ്റ്റോറിക്കലായി വലിയ തെളിവുകൾ കിട്ടാതെ പോയ ഒത്തിരി പേർ കഷ്ടത്തിലൂടെ പോയവർ. കഷ്ടത്തിൽ തീർന്നവർ ഈ ലോകത്തിലുണ്ട്. വലിയ കഷ്ടം വന്നു, ആ കഷ്ടത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ മനസ്സ് തകർന്ന് ആ കഷ്ടതയുടെ നടുവിൽ രോഗമോ പ്രയാസമൊക്കെ വന്നപ്പോൾ ആ കഷ്ടത്തിൽ തീർന്നു പോയവർ. വലിയ ക്യാൻസർ പോലത്തെ പ്രശ്നങ്ങളൊക്കെ വന്നു, വലിയ ബുദ്ധിമുട്ടുകൾ വന്നു, വലിയ തകർച്ചകൾ വന്നു, അതിനകത്ത് പെട്ട് തീർന്നു പോയവരുണ്ട്. എന്നാൽ ഈ കൂട്ടരെക്കുറിച്ച് ബൈബിൾ വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്ന സുന്ദരവും സുതാര്യവുമായിരിക്കുന്ന വാക്ക്, ഇവർ കഷ്ടത്തിലൂടെ പോയവർ എന്നല്ല, കഷ്ടത്തിലൂടെ കടന്നവർ എന്നല്ല, കഷ്ടത്തിൽ തീർന്നവർ എന്നല്ല, മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ. മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കഷ്ടത്തിൽ നിന്നൊരു തിരിച്ചുവരവുണ്ട്. കഷ്ടത്തിലൂടെ പോയ ഒത്തിരി പേർ ആ പോക്ക് അങ്ങ് പോയി. ചിലർ ആ പോക്കിനകത്ത് അങ്ങ് പോയി. മനസ്സ് തകർന്ന് മാനസിക സമ്മർദ്ദങ്ങൾ നേരിട്ട് നിരാശരായി മനുഷ്യരെ കാണാൻ പോലും ആഗ്രഹമില്ലാതെ എവിടെയൊക്കെയോ അവർ ബന്ധുക്കളെയും സ്വന്തക്കാരെ പോലും കാണാൻ മനസ്സില്ലാതെ എവിടെയൊക്കെയോ കാണും. അവരുടെ മുഖം മാറിപ്പോയി കാണും, വസ്ത്രധാരണം മാറിപ്പോയി കാണും, അവരുടെ ശരീരഘടന പോലും ആയി കാണും. മരിച്ചിട്ടൊന്നും കാണില്ല. കഷ്ടത്തിലൂടെ പോയവർ, കഷ്ടത്തിൽ വെച്ച് തീർന്നവർ, ഇനി ജീവിക്കണമെന്ന് പറഞ്ഞ് തന്നെത്താൻ ഇല്ലാതാക്കിയവർ, ആ കഷ്ടം ഒതുക്കിക്കളഞ്ഞ് കൊന്നുകളഞ്ഞവർ, ആ കഷ്ടത്തിൽ വെച്ച് അവസാനിച്ചവർ, അങ്ങനെയുള്ളവരും കാണും. എന്നാൽ ഈ മൂപ്പൻ പറയുകയാണ്, ഇവർ കഷ്ടത്തിലൂടെ പോയവരുമല്ല, കഷ്ടത്തിൽ തീർന്നവരുമല്ല. ഇവർ കഷ്ടത്തിലായിരുന്നു, ഭയങ്കര കഷ്ടത്തിലായിരുന്നു. പക്ഷേ ആ കഷ്ടത്തിൽ നിന്നും വന്നവരാണ്. എവിടേക്കാണ് വന്നേ? കഷ്ടത്തിൽ നിന്ന് എങ്ങോട്ടാണ് വന്നേ? കുഞ്ഞാടാം കർത്താവിൻ്റെ അടുക്കലേക്ക്, അവനോട് കൂടെ നടക്കാൻ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഞാൻ നിങ്ങളെ ദൈവസ്നേഹത്തിന് ഈ വാക്യം വെച്ചിന്ന് രാവിലെ ഈ സെപ്റ്റംബർ മാസത്തിലെ ആദ്യ ദിവസങ്ങളിൽ ആത്മപ്രേരിതനായി പ്രബോധിപ്പിക്കട്ടെ. ഒത്തിരി കഷ്ടങ്ങൾ, മനസ്സറിയാത്ത കാര്യങ്ങളിലൂടെ കടന്നുപോയ കഷ്ടത്തിൻ്റെ തീവ്രതകൾ, അതിനകത്ത് ആകെ നമുക്ക് ചവിട്ടി നിൽക്കാൻ പോലും പറ്റാതെ നമ്മുടെ വ്യക്തിത്വത്തെയും യൗവനത്തെയും മാനസിക സ്ഥിതിയെയും എല്ലാം ഞെരിച്ച് പൊടിച്ച് തകർത്തോണ്ടിരുന്ന വലിയ കഷ്ടം. ആ കഷ്ടത്തിൽ നിന്ന് ഒരു മടങ്ങി വരവുണ്ടാകുമോ? ആ കഷ്ടത്തിൽ നിന്നൊരു വരവിനി ഉണ്ടാകുമോ? അതെയോ അതിലൂടെ അങ്ങ് തീരുവുള്ളൂ? നിങ്ങളുടെ ഈ വാക്യം വെച്ച് ദൈവസന്നിധിയിൽ വിശ്വസിക്കണം. ഇപ്പോൾ അകപ്പെട്ടിരിക്കുന്ന കഷ്ടം, ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഈ കഷ്ടം, ഇപ്പോഴത്തെ സാഹചര്യം, അതിനകത്ത് നിന്ന് ഞാനും എൻ്റെ കുടുംബവും, ഞാൻ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ മക്കളും, നിങ്ങൾ അമ്മമാരും പിതാക്കന്മാരും കർത്തദാസന്മാരൊക്കെ എന്നെ കേൾക്കുന്നവരുണ്ടല്ലോ, നിങ്ങളാണ് ആ കഷ്ടത്തിൽ കിടന്ന് ഭാരപ്പെടുന്നതെങ്കിൽ നിങ്ങൾ ഈ വാക്യം വെച്ച് ദൈവസന്നിധിയിൽ വിശ്വസിച്ചുകൊണ്ട് പറ, ഞാൻ ഈ കഷ്ടത്തിൽ നിന്ന് വരും. കഷ്ടം എന്നെ ഒഴുക്കിക്കൊണ്ട് പോകുമെന്നല്ല, കഷ്ടത്തിൽ നിന്ന് വരും. എൻ്റെ കുഞ്ഞ് ഇപ്പോൾ അവൻ സഹിക്കവയ്യാത്ത കഷ്ടത്തിലായിരിക്കുന്നു. എൻ്റെ മകൾ ആ കഷ്ടത്തിനകത്ത് നിന്ന് വരും. എൻ്റെ കുടുംബം ഇപ്പോൾ ആർക്കും വേണ്ടാത്ത, ആരും ശ്രദ്ധിക്കാത്ത, ഇങ്ങനൊരു കൂട്ടരുണ്ടോയെന്ന് പോലും പലരുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോയിക്കൊണ്ടിരിക്കുമ്പോൾ കഷ്ടം നിമിത്തമാണ് അതൊക്കെ സംഭവിച്ചത്. പക്ഷെ വരും. കാട്ടിൽ അപ്പനും അമ്മയും പോലും മറന്നു കിടന്ന ദാവീദ് എന്ന മനുഷ്യൻ തിരിച്ചു വന്ന വരവ് കണ്ടോ? അതുപോലെ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുകയാണ്. ഈ സെപ്റ്റംബർ മാസത്തിൽ കഷ്ടത്തിലൂടെ നിങ്ങളങ്ങ് പോയി എന്നല്ല, കഷ്ടത്തിൽ നിങ്ങളങ്ങ് തീർന്നു എന്നല്ല,
ഇപ്പോഴത്തെ കഷ്ടത്തിൽ നിന്ന് നിങ്ങൾ വരും. സാക്ഷികളുടെ സമൂഹത്തിലേക്ക്, നിങ്ങളുടെ ചാർച്ചക്കാരുടെ നടുവിലേക്ക്, സമുന്നതമായിരിക്കുന്ന നിങ്ങളുടെ ആ സഭാ കൂടിവരവിന് നടുവിലേക്ക്, നിങ്ങളുടെ കർത്താവിൻ്റെ പാദപീഠത്തിലേക്ക്, ബഹുപുരുഷാരത്തിന് നടുവിലേക്ക്, കുരുത്തോല ഏന്തി കർത്താവിനെ സ്തുതിക്കുന്ന ജനത്തിൻ്റെ നടുവിലേക്ക്, സന്തോഷിക്കുന്നവരുടെ ഇടയിലേക്ക്, കുഞ്ഞാടിൻ്റെ ചോരയാൽ അങ്കി അലക്കി വെളുപ്പിച്ച വെള്ള നിലയങ്കി ധാരികളുടെ നടുവിലേക്ക് എൻ്റെ കർത്താവ് എന്നെ സന്തോഷത്തോടെ വരുത്തും. ഈ കഷ്ടത്തിൽ നിന്ന് ഞാൻ വരും എന്ന് നിങ്ങൾക്ക് നിങ്ങളോട് പറയാൻ പറ്റുമോ? പറയാൻ എളുപ്പമാണ് പാസ്റ്ററെ, എത്ര പ്രാവശ്യം പറഞ്ഞതാ. ആ വക ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിനകത്ത് പിന്നെയും പിന്നെയും വരുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾക്ക് വേണ്ടി തരുന്ന അവസരം പാഴാക്കാതെ വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറ. ഞാൻ വരും. നിന്ന് സഹിച്ച, കഷ്ടം സഹിച്ച, ചെയ്യാത്ത കുറ്റത്തിൻ്റെ ഭാരം മുഴുവൻ പേറിയ, ആരൊക്കെയോ ചുമലിൽ വെച്ച് തന്ന കുരിശേന്തിയ ഞാൻ ജീവിതത്തിലേക്ക്, സന്തോഷത്തിലേക്ക്, ഞാൻ തീർന്നെന്ന് പറഞ്ഞവരുടെ നടുവിലേക്ക് എൻ്റെ കർത്താവിൻ്റെ കൂടെ വെള്ള നിലയങ്കി ധരിച്ച് കുരുത്തോലയും കൈ പിടിച്ചുകൊണ്ട് വരും. ഈ ആയുസ്സിൽ തന്നെ ഇത് നടക്കട്ടെ. ഈ മാസം തന്നെ ഇത് സംഭവിക്കട്ടെ. കഷ്ടത്തിൽ നിന്ന് പോരാ, മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ ആ ഗണത്തിൽ ദൈവം നിങ്ങളെയും കാണട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, വേദപുസ്തക ചരിത്രത്തിൽ അടങ്ങിയിരിക്കുന്ന എത്രയോ എത്രയോ വ്യത്യസ്തരായ കൂട്ടർ, മറ്റ് ആർക്കുമില്ലാത്ത ശോധനയിലൂടെ കടന്നുപോയ ഒരു കൂട്ടരെ ഞങ്ങൾ ഈ 7-ാം അധ്യായം വെളിപ്പാട് പുസ്തകത്തിൽ കണ്ടു. പലരും വിചാരിച്ചു ഈ കഷ്ടത്തിലൂടെ പോയത് നിമിത്തം ഇനി അവരുണ്ടാകില്ലെന്ന്. പക്ഷെ അവർ വന്നു, കയ്യിൽ കുരുത്തോലയുമായി. അതുപോലത്തെ ഒരു മടങ്ങിവരവ് ജീവിതത്തിലേക്ക്, ആ പഴയ സന്തോഷത്തിലേക്ക്, ഉല്ലാസത്തിലേക്ക് ദൈവം വരുത്തണമേ. തിരുമുമ്പിൽ ഏൽപ്പിക്കുന്നു. തിരുമഹത്വത്തിന് നന്ദി പറയുന്നു. ഇത് കേൾക്കിട്ട് വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് ഒത്തിരി നന്മയുണ്ടാകണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ പിതാവേ. ആമേൻ.